നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്ന തീയതികളും എത്ര ഘട്ടമായാണ് രാജ്യം ആ തെരഞ്ഞെടുപ്പെ നേരിടാൻ പോകുന്നതെന്നറിയാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. നാളെ 3 മണിക്ക് ആ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. സാധാരണക്കാർക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മോദിയുടെ ഗ്യാരണ്ടിയിൽ 400+ എന്ന മുദ്രാവാക്യത്തിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യ സഖ്യമെന്ന സാങ്കല്പിക മുന്നണിക്ക് കഴിയുമോ? കാമ്പില്ലാത്ത ചില ആരോപണങ്ങൾ മുൻനിർത്തി തടയാൻ കഴിയുന്നതാണോ നരേന്ദ്രൻ്റെ അശ്വമേധം? പൊതു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന തീയതി അറിയാൻ ഇനി ഒരു ദിവസം മാത്രം ശേഷിക്കെ ജനൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, കോൺഗ്രസ് നിന്ന് അഡ്വക്കേറ്റ് റോണി കെ ബേബി, ഇടത് നിരീക്ഷകൻ BN അസ്കർ എന്നിവർ ചേരുന്നുണ്ട്. അസ്കർ എത്താൻ അല്പം വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആദ്യം ശങ്കുട്ടി ദാസിലേക്ക്. ശങ്കു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ ഉൾപ്പെടെ പറഞ്ഞതാണ് 400+. അതാണ് ഇത്തവണ NDA സഖ്യം ലക്ഷ്യമിടുന്നത്. അതിനെ മുന്നിൽ നിർത്തുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ എന്നത് കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ സാധാരണക്കാർ അനുഭവിച്ച വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളെയും അഭിസംബോധന ചെയ്യുന്നത്. വികസനം തന്നെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ അതുതന്നെയല്ലേ പ്രധാന അജണ്ടയായി BJP ഉയർത്തിക്കാട്ടുന്നത്? തീർച്ചയായും അതെ. അങ്ങ് വളരെ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ ഇസ് ബാർ 400 സൗ പാർ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഈ തവണ നമുക്ക് 400 മേലെ സീറ്റുകൾ NDA മുന്നണിക്ക്. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് അറിയുന്നത് പോലെ 303 സീറ്റാണ് BJP എന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് കിട്ടിയത്. 354 സീറ്റുകൾ NDA എന്ന് പറയുന്ന മുന്നണിക്ക് കിട്ടിയിരുന്നു. അതിന് മുൻപ് 2014 ആദ്യമായി, രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര സർക്കാർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വരിക. 284 സീറ്റുകളോടുകൂടി BJP വന്നപ്പോൾ ഒരു കോൺഗ്രസ് ഇതര സർക്കാർ പാർട്ടി ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുക എന്നുള്ള കൗതുകമാണ് സംഭവിച്ചെങ്കിൽ കഴിഞ്ഞ തവണ 2ാം തവണ ആ ഭൂരിപക്ഷത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ സീറ്റുകളുള്ള പാർലമെന്റിലെ 3-ൽ 2 ഭാഗം കൈയാളുന്ന പാർട്ടിയായി മാറാൻ BJPക്ക് സാധിച്ചു. ഇത്തവണ 400 സീറ്റുകൾ എന്ന് പറയുന്ന ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വികസിത ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം. അതായത് ഒരു വികസിതമായിട്ടുള്ള രാഷ്ട്രം, രാജ്യം അതിന്റെ പ്രൗഢിയും പ്രതാപവും അതിന്റെ പാരമ്പര്യവും അതിന്റെ എല്ലാ തരത്തിലുള്ള സാർവതോന്മുഖമായിട്ടുള്ള വികസന പാരമ്പര്യവും വീണ്ടെടുക്കുക, രാജ്യത്തിന് അഭിമാനപൂർവ്വം ലോകത്തിന് മുന്നിൽ ഭാരതീയരാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ ഒരു വികസിത രാഷ്ട്രമായി, ഒരു ഡെവലപ്പിംഗ് രാജ്യമായിട്ടല്ല, ഒരു പൂർണ്ണാർത്ഥത്തിൽ വികസിത രാഷ്ട്രമായി ഭാരതത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള 5 വർഷത്തേക്കുള്ള പദ്ധതി. നിങ്ങൾക്ക് അറിയുന്നത് പോലെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള മാറ്റം, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് ലോകത്തിലെ 10ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ. ഫ്രജൈൽ 5 എക്കോണമികളായി ഗണിക്കപ്പെട്ടിരുന്ന 5 എക്കോണമികളിൽ ഒരു എക്കോണമി ആയിരുന്നു ഇന്ത്യ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. അടുത്ത 2025-നുള്ളിൽ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. 5 ട്രില്യൺ എക്കോണമി ആയിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ബജറ്റിന്റെ സൈസ് തന്നെ ആ രീതിയിലേക്ക് വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു വലിയ മുന്നേറ്റം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ലോകത്തിന് മുഴുവൻ മുന്നിൽ ഒരു അഭിമാനപൂർവ്വം നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു വികസന ഗാഥയുണ്ട്. നമ്മൾ ആ വികസനത്തെ 3 തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള പൗരന്റെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒരുപാട് പരിണാമങ്ങൾ ഈ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ സാമൂഹിക വിഭാഗങ്ങളുടെ ജീവിത നിലവാരത്തെ മാറ്റിമറിച്ചിട്ടുള്ള പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള ഭാവത്തെയും സ്വഭാവത്തെയും തന്നെ മാറ്റിമറിച്ചിട്ടുള്ള പലതരത്തിലുള്ള പദ്ധതികളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ചിത്രത്തെ മാറ്റിമറിച്ച പദ്ധതികൾ പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് സാമ്പത്തിക നിലയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം. ഇന്ത്യൻ എക്കോണമിയുടെ ത്രൈവിംഗ് 10ാം സ്ഥാനത്ത് നിന്നുള്ള 5ാം സ്ഥാനത്തേക്കുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വാക്സിൻ ഡിപ്ലോമസി, എങ്ങനെയാണ് ലോകത്തിന്റെ മുഴുവൻ ഫാർമസി ആയിട്ട്, ലോകത്തിന്റെ മുഴുവൻ ഡ്രഗ് ഹൗസ് ആയിട്ട് ഇന്ത്യ മാറിയത്? അതല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ മിഷൻ മദദ് എന്നൊക്കെ പറയുന്ന പദ്ധതിയിലൂടെ ലോകത്തിലെ പല ഭാഗങ്ങളിൽ ദുരിതങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള മനുഷ്യരെ, വലിയ ശക്തികളായിട്ടുള്ള രാജ്യത്തിന്റെ പൗരന്മാരെ പോലും രക്ഷിക്കാൻ യമനിലാവട്ടെ, അഫ്ഗാനിസ്ഥാനിലാവട്ടെ, ഇസ്രായേലിലാവട്ടെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു രക്ഷക ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ ഏത് തരത്തിലാണ് മാറിയത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിപ്പോ റോഡ്വേസിന്റെ കാര്യത്തിലാണെങ്കിലും, എയർപോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും, റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിലും. ഇന്ത്യയിൽ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്ന സമയത്ത് 93,000 കിലോമീറ്റർ റോഡുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയില് നാഷണൽ ഹൈവേകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ നാഷണൽ ഹൈവേകളുടെ വിസ്തീർണം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടിയാണ്. 1.5 lakh കിലോമീറ്റേഴ്സ് ആണ്. അതായത് ഇന്ത്യയിൽ ആകെയുള്ള നാഷണൽ ഹൈവേയുടെ 1/3 ഭാഗവും
നരേന്ദ്രമോദി സർക്കാരാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2025 ആവുമ്പോൾ ഇന്ത്യയിൽ ആകെയുള്ള നാഷണൽ ഹൈവേയുടെ പകുതി നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. എയർപോർട്ടുകളുടെ കാര്യത്തിൽ 74 എയർപോർട്ടുകൾ 148 മാറി, ഡബിൾ ദ നമ്പറാണ്. റെയിൽവേയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 4000-ഓളം എന്താണ് റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നത് 7000-ന് മുകളിലേക്ക് വന്നു. 86% റെയിൽവേ ട്രാക്കുകളുടെ വൈദ്യുതീകരണം പൂർത്തിയായി. വന്ദേ ഭാരത് ഉണ്ടായി. ഇങ്ങനെ ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും 60 വർഷം വേഴ്സസ് 10 വർഷം, കഴിഞ്ഞ 60 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റിനെ മറികടക്കുന്ന ഒരു 10 വർഷം, അങ്ങനെ രാജ്യത്തിന്റെ ഒരു ചിത്രം മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. സാമൂഹിക വിഭാഗങ്ങളുടെ ജീവിത ശൈലിയെ മാറ്റിമറിക്കുമ്പോ സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ, അപ്പൊ മാതൃവന്ദന യോജന, അല്ലെങ്കിൽ സുകന്യാ സമൃദ്ധി യോജന, അല്ലെങ്കിൽ ഇപ്പൊ മുദ്രാ യോജന പോലും എടുത്തു കഴിഞ്ഞാൽ മുദ്രാ യോജനയിൽ നമ്മൾ ഏതാണ്ട് 46 ലക്ഷം കോടി രൂപയുടെ ലോണുകൾ ഡിസ്ബേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ 75% ബെനിഫിഷ്യറികളും സ്ത്രീകളാണ്. ഈ ലോണുകൾ കൊടുക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ കണക്കാക്കണം, ബാങ്കിങ് മേഖലയിലേക്ക് ഇത്രയേറെ ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ സർക്കാരാണ്. അതായത് 51 കോടി ബാങ്ക് അക്കൗണ്ടുകൾ, പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് എന്നുള്ള പേരിൽ അത്രയും ആളുകളെ, ഡിജിറ്റൽ ഇന്ത്യ, ഇതൊക്കെ രാജ്യത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു സാധനമാണ്. ഒരു കാലത്ത് ഇതൊന്നും ഒരിക്കലും പ്രായോഗികമല്ല. എങ്ങനെയാണ് ഈ ഇന്ത്യ പോലത്തെ ഒരു ദരിദ്ര രാഷ്ട്രത്തിൽ ശ്രീ ശങ്കു, എണ്ണി പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ 1 മണിക്കൂർ മുഴുവൻ നമുക്ക് അത്തരം വികസന പ്രവർത്തനങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെങ്കിൽ എന്താണ് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മുന്നേറ്റത്തെ, വികസനങ്ങൾ എണ്ണി പറഞ്ഞുള്ള മുന്നേറ്റത്തെ എങ്ങനെയാണ് കോൺഗ്രസ് തടയാൻ ശ്രമിക്കുന്നതെന്ന് കൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ചർച്ച മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് കൂടി പോകേണ്ടി. അതിലേക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ INDA മുന്നണി ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ, എവിടെയാണ് ഈ INDA എന്ന് പറയുന്ന മുന്നണി? INDA എന്ന് പറയുന്ന വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു മുന്നണി കടലാസിലല്ലാതെ യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ള സാഹചര്യമാണ്. ഈ INDA മുന്നണി വിഭാവനം ചെയ്തിട്ടുള്ള ആള് നിതീഷ് കുമാർ ആയിരുന്നു. നിതീഷ് കുമാർ ഇന്ന് ആ മുന്നണിയിലില്ല. നിതീഷ് കുമാർ ഇന്ന് NDAയുടെ കൂടെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ്. INDAയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി TMC ആണ്. TMC INDA മുന്നണിയുടെ ഭാഗമായിട്ടല്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഈ മുന്നണിയിലുള്ള മറ്റാരുമായിട്ടും സീറ്റ് ഷെയറിങ്ങിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹകരണത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു. ഈ INDAയിലെ പ്രധാനപ്പെട്ട നമുക്കറിയുന്ന 2 പാർട്ടികളാണ് CPM-ഉം CPI-യും. ഇവിടെ കേരളത്തിലാണ് CPM-ന് ആകെ ശക്തിയിലുള്ള സ്ഥലം. ഇവിടെ CPM INDA മുന്നണിയുടെ ഭാഗമായിട്ടല്ല മത്സരിക്കുന്നത്, അവർ സ്വന്തമായിട്ട് INDAയിലെ തന്നെ ഒരു പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനോട് മത്സരിച്ചുകൊണ്ടാണ്. അപ്പൊ INDA എന്ന് പറയുമ്പോൾ പോലും പ്രാക്ടിക്കലി ഓർ പ്രാഗ്മാറ്റിക്കലി ഈ സാധനം യാഥാർത്ഥ്യമായിട്ടേ ഇല്ല. എല്ലാവരും സ്വയം പ്രധാനമന്ത്രിമാരാവണം എന്ന് ആഗ്രഹിക്കുന്ന, മോഡി വിരോധം, ഹിന്ദു വിരോധം, BJP വിരോധം എന്ന ഒറ്റ കോമൺ ഐഡിയോളജി കൊണ്ട് മാത്രം ഒന്നിക്കപ്പെട്ടിട്ടുള്ള, അല്ലാത്ത നിലയിൽ പ്രത്യയശാസ്ത്രപരമായിട്ടോ സംഘടനാപരമായിട്ടോ ചരിത്രപരമായിട്ടോ യാതൊരു ഐക്യവും യാതൊരു കെട്ടറപ്പും ഇല്ലാത്ത സ്വാർത്ഥരായിട്ടുള്ള, എന്താണ്, അവസരവാദികളായിട്ടുള്ള, എല്ലാവരും പ്രധാനമന്ത്രിമാരാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആൾക്കൂട്ടം മാത്രമാണ് ഈ INDA. അതിനൊരു സംഘടനാ രൂപം പോലും അതിനെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് BJP പോലെ സുസംഘടിതമായിട്ടുള്ള NDA പോലെ ഒരു മുന്നണി അവർ നേരിടുക എന്നുള്ളതാണ് വലിയ ചോദ്യം. യെസ്, പ്രൊഫസർ റോണി കെ ബേബി, എങ്ങനെയാണ് ശങ്കു ചോദിച്ച പോലെ എങ്ങനെയാണ് നിങ്ങൾ BJP NDA സഖ്യത്തെ നേരിടാനായി ഒരുങ്ങുന്നത്? എന്ത് മുൻനിർത്തിയാണ് ഇത്തരം വികസനങ്ങൾ മുൻനിർത്തിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നയിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ, മുന്നേറ്റത്തെ തടയാൻ അധികാരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ ശ്രമിക്കുന്നത്? എന്തൊക്കെയാണ് മുൻനിർത്താൻ പോകുന്നത് കോൺഗ്രസ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള കാഴ്ചപ്പാട്, അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ്. വെറും ഊതിവീർപ്പിച്ച വാഗ്ദാനങ്ങൾ മാത്രം, വെറും ഊതിവീർപ്പിച്ച ബലൂണുകൾ മാത്രം, ഈ വാഗ്ദാനങ്ങൾ ഗ്യാരണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കുറെ അവകാശവാദങ്ങൾ പ്രിയപ്പെട്ട ശ്രീ ശങ്കുറ്റി ദാസ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യയുടെ വളർച്ചയിലേക്ക് ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾക്കപ്പുറം, ഈ പറയുന്ന വലിയ പ്രസംഗ ഭേരികൾക്കപ്പുറം ഈ രാജ്യം മുന്നോട്ട് പോയിട്ടില്ല. 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ ഏതൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, ഈ രാജ്യത്തെ പ്രതിവർഷം 2 കോടി ആളുകൾക്ക് തൊഴില്. രണ്ടാമത്തേത്, കാർഷിക വരുമാനം ഇരട്ടിയാക്കും. മൂന്നാമത്തേത്, കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില കൊണ്ടുവരും, അതിന് നിയമപരമായ പരിരക്ഷ നൽകും. നാലാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ പറയുന്ന ലോക്പാൽ നിയമം കൊണ്ടുവരും. മോദി ഭരണകൂടം തന്നെ 2014 അന്ന് ഈ പറയുന്ന അണ്ണാ ഹസാരയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ വലിയ ഒരു അഴിമതി വിരുദ്ധ സമരം ഉണ്ടായി. അതിന്റെ ഒരു പോയിന്റുമാണ് മോദി ഭരണകൂടം. അന്ന് വന്ന വാഗ്ദാനമായിരുന്നു ഞങ്ങൾ ലോക്പാൽ നിയമം കൊണ്ടുവരും. അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത് ഇന്ധനവില പകുതിയാകും. ഈ 5 വാഗ്ദാനങ്ങൾ, 5-6 വാഗ്ദാനങ്ങളിൽ ഈ 10 വർഷം കഴിയുമ്പോൾ
ഏതെങ്കിലും ഒരു വാഗ്ദാനം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നടപ്പാക്കാൻ വേണ്ടി മോദിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രതിവർഷം 2 കോടി തൊഴിൽ നൽകാൻ സാധിച്ചോ? ഇല്ല. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തൊഴിൽ രഹിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ അദ്ദേഹം പറയുകയുണ്ടായി, ഈ പറയുന്ന മോദി ഗവൺമെന്റ് വലിയ വളർച്ചയുണ്ട്. എനിക്കറിയാമോ, മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തില് അന്നത്തെ തൊഴിലില്ലായ്മ 5.44% ഇന്ന് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് 8.70%. രാജ്യത്തെ തൊഴിലില്ലായ്മ കൂടിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ 3-4 ചെറുപ്പക്കാരെ പുകബോംബ് ആക്രമണം നടത്തിയത്. അവര് പറഞ്ഞത് എന്താ, ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വലിയ ഈ പറയുന്ന പ്രതിസന്ധിയിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾക്ക് തൊഴിലുകളില്ല. ഈ സെക്യൂരിറ്റി ദാസ് കുറെ കണക്ക് പറഞ്ഞു. ഞാൻ കുറച്ച് കണക്കുകൾ അങ്ങോട്ട് പറയാം. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലെ 10 വർഷവും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലെ 10 വർഷവും ചില ബേസിക് ആയിട്ട് ചില ഇൻഡിക്കേറ്റേഴ്സ്. ആഭ്യന്തര സ്കൂട്ടർ വിൽപ്പന മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 25.7%, ഇപ്പോൾ അത് 13.21%, നേരെ പകുതിയിലേക്ക് താന്നിരിക്കുക. ഇതൊക്കെയാണ് സാമ്പത്തിക രംഗത്തിന്റെ സൂചനകൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു 5 ട്രില്യൺ എക്കോണമി എന്നോ 10 ട്രില്യൺ എക്കോണമി എന്നുള്ളതല്ല ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ. ഉദാഹരണം പറയാം, ആഭ്യന്തര ട്രാക്ടർ മാത്രം ഒറ്റ കണക്ക് നോക്കുക. അന്ന് 15.73% വാർഷിക വളർച്ചയ്ക്ക് ഇന്ന് അത് 4.49% 3 കുറഞ്ഞിരിക്കുന്നു. അതിന്റെ സൂചന എന്താ? നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖല, കാരണം ഏറ്റവും അധികം ട്രാക്ടറുകൾ വിറ്റഴിക്കപ്പെടുന്നത് കാർഷിക മേഖലയിലാണ്. നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖല അതിഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. ഈ പറയുന്ന കോർപ്പറേഷൻ നികുതി, ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ്, ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല. കോർപ്പറേഷൻ നികുതിയുടെ വളർച്ച മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 13.09 ഇന്നത് 11.2% തന്നിരിക്കുന്നു. ഇൻകം ടാക്സ്, ആദായ നികുതിയുടെ വളർച്ച 17.53% ഇന്നത് 16.85%. ഇങ്ങനത്തെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ്. ഇനി ചെറിയ ഒരു പ്രധാനപ്പെട്ട ഒരു 4 ഇൻഡിക്കേറ്റേഴ്സ്. പൊതുകടം, മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇന്ത്യൻ പൊതുകടം? ഇന്ന് 3 ട്രില്യൺ എക്കോണമി, 5 ട്രില്യൺ എക്കോണമി പറയുന്നുണ്ടല്ലോ. അന്ന് 55.8 ലക്ഷമായിരുന്നു ഇന്ത്യൻ പൊതുകടമെങ്കിൽ ഇപ്പോൾ എത്രയും അറിയോ? 172.4 ലക്ഷം കോടി. 3 ഇരട്ടിയെ വർദ്ധിച്ചിരിക്കുക 10 വർഷത്തെ ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ. ഡോളറിന്റെ, കാരണം നമുക്കറിയാം ഡോളറും രൂപയുമായിട്ടുള്ള കമ്പാരിസൺ ആണ് സമ്പദ് വ്യവസ്ഥയുടെ ഗ്രോത്തിന്റെ ഒരു സൂചന. ഡോളർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 58.63 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 83.12 രൂപ. പെട്രോളിന്റെ വില, പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെ വില പകുതിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. മൻമോഹൻ സിംഗ് അധികാരം ഒഴിയുമ്പോൾ ഈ രാജ്യത്തെ പെട്രോളിന്റെ വില 66 രൂപയായിരുന്നു, അത് 108. ഇപ്പോൾ 2 രൂപ കുറച്ച് 106 രൂപ. ഡീസൽ 52 രൂപയായിരുന്നെങ്കിൽ ഇന്നത് 99 രൂപ. തൊഴിലില്ലായ്മ എന്നോട് പറയുകയുണ്ടായി, മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 5.44% 8.70. ശതകോടീശ്വർ, ഇക്കാര്യത്തിൽ മാത്രം മോദിയുടെ ഭരണത്തിൽ വളർച്ചയുണ്ടായി. മോദിയുടെ ഗ്യാരണ്ടി ആർക്കാണ് പോകുന്നത് വളരെ വ്യക്തമാണ്. ശതകോടീശ്വർ അന്ന് 63 പേരായിരുന്നെങ്കിൽ ഇന്ന് 259 പേര് ഇന്ന് ഈ രാജ്യത്തുണ്ട്. അപ്പോൾ മോദി ഭരണത്തിൽ ആരാണ്? ഞാൻ ഒറ്റ കണക്കിൽ പറയട്ടെ, ദാരിദ്ര്യത്തിൽ നിന്നും മോചിതരായവരുടെ എണ്ണം ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ശങ്കുറ്റി ദാസ് പറഞ്ഞു, കഴിഞ്ഞ 60 വർഷം ഉണ്ടാകാത്ത വികസനമാണ് മോദിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഞാൻ കണക്ക് പറയട്ടെ, ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും മോചിതരായത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ്. 27.1 കോടി ആളുകളാണ് 10 വർഷത്തെ മൻമോഹൻ സിംഗിന്റെ ഭരണത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മോചിതരായത്. മോദിയുടെ ഭരണത്തിൽ 24.82 കോടി. അപ്പോൾ തന്നെ 3 കോടിയുടെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഭവനരഹിതരുടെ എണ്ണം, ഇതൊക്കെയാണ് ബേസിക് ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നത്. മൻമോഹൻ സിംഗിന്റെ 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഭവനരഹിതരുടെ എണ്ണം 55% നിന്ന് 45% കഴിഞ്ഞ 10 വർഷത്തെ മോദിയുടെ ഭരണത്തിൽ ആകപ്പാടെ വെറും 4% ആളുകൾ മാത്രമാണ് ഇവിടെ ഭവനത്തിന് യോഗ്യരായി മാറിയത്. അതാണ് ബേസിക് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ത്യയിലെ ശതകോടീശ്വരുടെ എണ്ണം കൂടിയത് കൊണ്ടോ, ഇന്ത്യയില് പിന്നെ ഈ മുതലാളി സമ്പന്നരായ ആളുകൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടായത് കൊണ്ടോ ഒന്നും അതല്ല ഈ രാജ്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള സാമ്പത്തിക വളർച്ചയുടെ സൂചനകൾ എന്ന് പറയുന്നുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയാ, ഇവിടെ മോദി ഗ്യാരണ്ടി ഉണ്ട്. മോദിയുടെ ഗ്യാരണ്ടി ആർക്കാ? ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്ക്. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ 100-120 വർഷത്തെ ഇന്ത്യയുടെ ഈ പറയുന്ന ഇൻകം ടാക്സ്, ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് രേഖപ്പെടുത്തി തുടങ്ങിയത് 1921 1921 മുതലുള്ള വരുമാന നികുതിയുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ രാജ്യത്ത് ഏറ്റവും അധികം സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്, മോദി ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിലാണ്. തോമസ് പിക്കറ്റി എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ കൃത്യമായി ഡേറ്റ വെച്ചുകൊണ്ട് പറയുന്നു, ഇന്ന് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഉള്ളവരും ഇല്ലാത്തവരും നമ്മൾ അന്തരമാണ്. ഈ രാജ്യത്തിന് 74% സമ്പത്ത്. ഇതൊക്കെ നീതി ആയോഗിന്റെ കണക്കാ, അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ
വാർ റൂമിൽ നിന്നോ ഇന്റർനാഷണൽ കോൺഗ്രസിലെ ലൈബ്രറിയിൽ നിന്നുള്ള കണക്കല്ല. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ, നീതി ആയോഗ് ഉൾപ്പെടെ, ഈ രാജ്യത്ത് നടന്ന കുടുംബക്ഷേമം സർവേ ഉൾപ്പെടെയുള്ള കൃത്യമായ ഡേറ്റയിൽ പറയുക, ഇന്ന് ഈ രാജ്യത്തിന്റെ 74% സമ്പത്ത് നിയന്ത്രിക്കുന്നത് 10% താഴെ മാത്രം ആളുകളാണ്. ഈ രാജ്യത്തെ 90% ആളുകൾക്കുള്ളത് എന്ന് പറയുന്നത് കേവലം 20% സമ്പത്തിൽ താഴെ മാത്രമാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ എന്താ, കോർപ്പറേറ്റുകൾക്ക് വളരുവാനുള്ള വലിയ ഒരു അവസരമാണ് മോദി ഭരണകൂടത്തിൽ. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 72,000 കോടി രൂപ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളി. നിങ്ങൾ ഈ 10 വർഷം കൊണ്ട് ഈ രാജ്യത്തെ കർഷകർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 72,000 കോടി രൂപ മൻമോഹൻ സിംഗ് എഴുതിത്തള്ളിയെങ്കിൽ നിങ്ങൾ 18 ലക്ഷം കോടി രൂപ ആരുടെ എഴുതിത്തള്ളി? ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളുടെയാണ് നിങ്ങൾ കടങ്ങൾ എഴുതിത്തള്ളിയത്. ഇന്നലെ വന്ന ഇന്ന് ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഈ രാജ്യത്ത് നടക്കുന്ന ചർച്ച എന്താ പറയുമോ? ഇന്നലെ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഈ പറയുന്ന മേഗാ എഞ്ചിനീയറിംഗ് 140 കോടി രൂപയാണ് ഈ പറയുന്ന BJPയുടെ ഇലക്ട്രൽ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തത്. മേഗാ എഞ്ചിനീയറിംഗ് 140 കോടി രൂപ. അവർക്ക് പ്രത്യുപകാരം കിട്ടിയത് എന്താ പറയുമോ? താനെ ബോറിവല്ലി തുരങ്കപ്പാതയുടെ കോൺട്രാക്ട് എത്ര കോടിയാണെന്നറിയോ? 14,400 കോടി രൂപ. അപ്പോൾ 14,400 കോടി ഈ വിവരം കൂടി എവിടുന്നാണ് BJPക്കാണത് കിട്ടിയെന്ന വിവരം എവിടുന്നാണ് കിട്ടിയതെന്ന് കൂടി താങ്കളൊന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു. ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? ഈ തുക ഇലക്ട്രൽ ബോണ്ട് പണം BJPക്കാണ് നൽകിയത് എന്നത് എവിടുന്നാണ് ലഭിച്ചതെന്ന് കൂടി ഒന്ന് വെളിപ്പെടുത്തണം. ഇന്നലെ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഇന്നലെയായിട്ട് രാജ്യത്തെ മാധ്യമങ്ങൾ മുഴുവൻ ഒന്നും വേണ്ട, ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ തന്നെ ഇന്നലെ എന്താ ഈ 75 കണക്കുകളുണ്ട്, കൊടുത്തവരുടെയും കിട്ടിയവരുടെയും കണക്കുകളുണ്ട്. എന്നാൽ ആർക്ക് കൊടുത്തു എന്ന് എങ്ങനെയാണ് താങ്കൾ സ്ഥിരീകരിച്ചത്? എന്റെ പ്രിയപ്പെട്ട സ്നേഹിത അങ്ങ് ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്ന് ഇപ്പം പുറത്തു വന്നിരിക്കുന്ന വാർത്തയാണ് ഞാൻ പറഞ്ഞത്. പ്രിയ സുഹൃത്തെ, അങ്ങ് ദയവായി വീണെടുത്ത് കിടന്ന് ഉരുളരുത്. മാച്ചിങ് എക്സസൈസ് നടത്ത ഞാൻ പറയേണ്ടത് കേൾക്കൂ. ഇത്രയും നേരം അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നല്ലോ. മാച്ചിങ് എക്സർസൈസ് നടത്താൻ സമയം വേണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുൻപാകെ SBI പറഞ്ഞപ്പോ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ മാച്ചിങ് എക്സർസൈസ് നടത്തേണ്ട, നിങ്ങൾ പ്ലെയിൻ ഡിസ്ക്ലോഷർ നടത്തിയാൽ മതി എന്നാണ്. പ്ലെയിൻ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ ബോണ്ടുകൾ എടുത്തിട്ടുണ്ട്, എത്ര ആളുകൾക്ക് എത്ര കോടിയുടെ ബോണ്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഏത് ബോണ്ട് ഏത് പാർട്ടിക്കാണ് കിട്ടിയതെന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തൽ ഡിസ്ക്ലോഷർ നടത്താൻ മാർച്ച് 18-ാം തീയതിക്കാണ് SBI നടത്തിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ആകെ ഡാറ്റ എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുമ്പാകെ വന്നിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് എത്ര കോടി രൂപയുടെ ബോണ്ടുകൾ എടുത്തിട്ടുണ്ട്, ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര കോടി രൂപയുടെ ബോണ്ടുകൾ കിട്ടിയിട്ടുണ്ട്, മൊത്തം ബോണ്ടുകൾ ഇത്ര ശതമാനം, അപ്പൊ 50% BJP, 20% കോൺഗ്രസ്, ഇങ്ങനെയുള്ള അഗ്രിഗേറ്റഡ് കണക്കല്ലാതെ ഇന്ന ബോണ്ട് ഇന്ന ആൾക്കാണ് കിട്ടിയെന്ന് പറയാൻ ഒരാളുടെ ഒരു ഡാറ്റ ഇല്ല. അങ്ങ് ചാനലിൽ വന്നിരുന്ന് ദയവായിട്ട് ഇത്തരത്തിലുള്ള യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങ് ഇത്രയും നേരം പറഞ്ഞ മുഴുവൻ ഇതായിരുന്നു. അങ്ങ് തന്നെ BJPയുടെ പ്രധാനപ്പെട്ട 5 തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളായിട്ട് പ്രഖ്യാപിച്ചു. നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതായിരുന്നു. സർക്കാർ വന്നാൽ MSP കൊണ്ടുവരും, സർക്കാർ വന്ന പെട്രോളിന്റെ വില പകുതിയാക്കും, സർക്കാർ വന്ന LPGയുടെ വില പകുതിയാക്കും. ഇതൊക്കെ നരേന്ദ്രമോദി സർക്കാർ എവിടെയാ പറഞ്ഞത്? ഞാൻ എന്റെ കൂടെ വരുമ്പോൾ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. MSP ഞങ്ങൾ നിയമപ്രകാരം MSP നടപ്പാക്കുമെന്ന് ഇന്ത്യയിലല്ല ലോകത്തിലെ ഏതെങ്കിലും സർക്കാരുകൾക്ക് പറയാൻ സാധിക്കുമോ? UPയുടെ സർക്കാർ കുറെ കാലം കൊണ്ട് രാജ്യം ഭരിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ നിയമപ്രകാരം ഒരു MSP ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് സാധിക്കുക? ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പ്രോഡക്ട്സിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അരിയുടെ ഒരു ടൺ അരിക്ക് ഇപ്പൊ 100 രൂപയാണ് വില എന്ന് വിചാരിക്കുക. നാളെ 150 രൂപയായിരിക്കും വില, അതിനടുത്ത ദിവസം 200 രൂപയായിരിക്കും, ചിലപ്പോൾ നാളെ 75 ആവാം, ചിലപ്പോൾ 50 ആവാം. നമ്മളൊരു മിനിമം പ്രൈസ് ഉണ്ടാക്കി വെച്ചു. നമ്മൾ എത്ര ഉൽപാദനം നടത്തിയാലും നമ്മൾ 80 രൂപയ്ക്ക് മേടിച്ചോളാം ഒരു മാനദണ്ഡം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇന്റർനാഷണൽ മാർക്കറ്റിലെ വില കൂടിയാലും കുറഞ്ഞാലും കർഷകർ അരി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. ഗവൺമെന്റ് ഇത് പ്രൊക്യൂർ ചെയ്യാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കും. ഈ പ്രൊക്യൂർ ചെയ്യുന്ന സാധനം നമുക്ക് എവിടെയും വിൽക്കാൻ സാധിക്കേണ്ടി വരും. ഇത് FCI ഗോഡൌണിൽ കിടന്ന് കെട്ടിക്കിടക്കും. അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. എത്ര ഉണ്ടാക്കിയാലും ഒരു വിലയില്ലെങ്കിൽ സർക്കാർ മേടിച്ചോളുമല്ലോ എന്ന ഉറപ്പിന്റെ മുകളിൽ കർഷകർ ഒരേ വിലയില്ലാത്ത സാധനം നിർമ്മിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തൊരു സ്ഥലത്തും പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത മോഡലാണ്. MSPയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കാലികമായിട്ടുള്ള ഓരോ കാലഘട്ടത്തിലുമുള്ള അന്താരാഷ്ട്ര വിപണിയിലെ വിലയ്ക്ക് അനുസരിച്ച് കാലികമായിട്ടുള്ള MSPകൾ ഇൻഷുർ ചെയ്യാറുള്ളത്. ഇപ്പൊ റൈസിന്റെ കാര്യത്തിൽ UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന MSPകളെക്കാൾ 65% കൂടുതലാണ് NDA സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ള MSPകൾ. ഗോതമ്പിന്റെ കാര്യത്തിൽ UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന MSPകളെക്കാൾ 70% കൂടുതലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ള MSPകൾ. ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു പറഞ്ഞല്ലോ, UPA സർക്കാർ 2014 വരെയുള്ള കാർഷിക ബജറ്റ് ഇന്ത്യയുടെ അറിയാം 31,000 കോടി രൂപയായിരുന്നു. ഈ 2024, 23, 24 കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ കാർഷിക ബജറ്റ് എത്ര രൂപയുടെയെന്ന് അറിയോ? 1,25,000 കോടി രൂപയുടെയാണ്.
അതായത് 300 ഇരട്ടി വർധനമാണ്. 300% റൈസ് ആണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ഒരു പദ്ധതി പറ്റി കേട്ടിട്ടുണ്ടോ? കർഷകർക്ക് എന്തെങ്കിലും കൊടുത്തല്ലോ എന്ന് ചോദിച്ചല്ലോ. കർഷകർക്ക് പ്രതിവർഷം അവരുടെ അക്കൗണ്ടിലേക്ക് 18,000 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയിട്ട് ഒരു ഇടനിലക്കാരനും ഇല്ലാണ്ട് 6,000 രൂപ അവർക്ക് 3 മാസത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ട്. 1,26,00,000 കർഷകരാണ് ഈ പറയുന്ന കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. അങ്ങനെ ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും കർഷകർക്ക് അനുകൂലമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ബജറ്ററി അലോക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ പ്രോഡക്ട്സിന്റെ ഏറ്റെടുക്കലിന്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അഷുറൻസ് കൊടുക്കുന്ന ഗവൺമെന്റ് ആണിത്. പിന്നീട് അങ്ങ് പറഞ്ഞു പെട്രോളിന്റെ വില പകുതിയാക്കാമെന്ന് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞു. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ ഈ മാനിഫെസ്റ്റോ പുറത്തിറക്കുമ്പോ അതിൽ പറയുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നത്. ഇപ്പൊ ഈ വർഷത്തെ ഞങ്ങളുടെ മാനിഫെസ്റ്റോ അതിന് ഞങ്ങള് ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്നല്ല വിളിക്കുന്നത്, സങ്കല്പ് പത്ര എന്നാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ എന്നാ. കാരണം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ള 235 പ്രോമിസുകളിൽ 229 പ്രോമിസുകളും പൂർത്തീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP. അതായത് BJPയുടെ മാനിഫെസ്റ്റോ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 96% ആണ്. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാം. 1979 BJP പറഞ്ഞതായിരുന്നു, പാലംപൂർ റെസല്യൂഷനിൽ പറഞ്ഞതായിരുന്നു അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നു. നമ്മളിന്ന് സംസാരിക്കുമ്പോൾ രാമക്ഷേത്രം ഇല്ലേ? 1963 ദീൻദയാൽ ഉപാധ്യായ പറഞ്ഞതായിരുന്നു രാജ്യത്തിന് അണുശക്തി വേണമെന്ന്. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോ ഈ പറയുന്ന ഇന്റർനാഷണൽ സാങ്ഷനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ ഉക്രൈനിൽ ആണവ പരീക്ഷണം നടത്തിയില്ലേ? ശ്യാം പ്രസാദ് മുഖർജിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, ഏക് ദേശ് മേ ദോ നിഷാൻ ദോ വിധാൻ ദോ സംവിധാൻ നഹി ചലേഗ, ആർട്ടിക്കിൾ 370 റിപ്പീൽ ചെയ്തില്ലേ? ഇങ്ങനെ BJP എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള കോർ പ്രോമിസുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ജനങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് 235 പ്രോമിസുകൾ കൊടുത്തപ്പോ അതിൽ 229 എണ്ണവും BJPക്ക് നിർവഹിക്കാനും അതിന്റെ പേരിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനും സാധിക്കുന്നത്. ഇത്തവണ 1 കോടി ആളുകളിൽ നിന്ന് നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് BJP മാനിഫെസ്റ്റോ ഇറക്കുന്നത്. സാധാരണ ജനങ്ങളിൽ നിന്ന് 1 കോടി നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ആ നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനത്തിൽ മാനിഫെസ്റ്റോ പുറത്തിറക്കിയിട്ടാണ് ആ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ കുറെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെയായിരുന്നു BJPയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത്. BJP എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം വെച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ഇതുവരെയായിട്ട് മോഡി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മോഡി വഞ്ചകന എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകളൊക്കെ വിഡ്ഢികളാണെന്ന് നടന്നിരിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ റോണി ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം ഇടപെട്ടാണ്. ശേഷം കൃത്യമായ ചില ചോദ്യങ്ങൾ എനിക്കും ചോദിക്കാനുണ്ട്, അതിന് മറുപടിയും വേണം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം മടങ്ങിയെത്താം. പ്രൊഫസർ റോണി, നേരത്തെ ശങ്കുട്ടി ദാസ് പറഞ്ഞു വെച്ചതിനോടൊപ്പം ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്താൽ ആ മേഖലയിലുണ്ടായ റോഡുകളുടെ സമഗ്രമാറ്റം അത് പലപ്പോഴും ഈ കഴിഞ്ഞ തവണ രാഹുൽ നടത്തിയ യാത്രയിൽ ആ ദൃശ്യങ്ങളൊക്കെ ഏറെക്കുറെ പുറത്തു വന്നിരുന്നു. കേരളത്തിൽ അരീക്കൊമ്പൻ പോയപ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത ചില നാഷണൽ ഹൈവേ ബൈപ്പാസുകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നെ മറ്റൊന്ന് ജമ്മു കാശ്മീരിലേക്ക് പോയാൽ അവിടെ വന്ന സമഗ്രമായ മാറ്റങ്ങൾ, അത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ അത് പലപ്പോഴും വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ആ മേഖലയിലുണ്ടായ കണക്ടിവിറ്റിയിലുണ്ടായ വലിയ മാറ്റങ്ങൾ, ആ സംസ്ഥാനങ്ങളിലുണ്ടായ വലിയ വികസന മുന്നേറ്റം, അതൊക്കെ രാഷ്ട്രീയം മാറ്റി നിർത്തി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇത്തരം വികസന പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ എടുത്തു പറഞ്ഞാൽ മിസോറാമിൽ സ്വാതന്ത്ര്യാനന്തര ശേഷം രണ്ടാമതൊരു റെയിൽവേ സ്റ്റേഷൻ പണിയുന്നത് ഈ അടുത്ത കാലത്താണ്. അത്തരത്തിൽ എല്ലാ മേഖലയും സ്പർശിക്കുന്ന, സാധാരണക്കാരെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് BJP ഉറക്കെ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് ഇത്തരം വാദഗതികൾ മുൻനിർത്തി തടയാൻ കഴിയുക? പ്രിയപ്പെട്ട ശ്രീ ശങ്കുറ്റി ദാസ്, കാർഷിക മേഖലയിലൊക്കെ വലിയ വളർച്ച BJP ഭരണകാലത്ത്. ബോണ്ടിന്റെ കാര്യം പറയൂ. ബോണ്ട് എങ്ങനെയാ BJPക്ക് കിട്ടിയതെന്ന് പറഞ്ഞത്? ഓക്കെ, ഇത് ഞാൻ വളരെ കൃത്യമായി തന്നെ പറയാം. ഇന്നത്തെ മാധ്യമങ്ങൾ അങ്ങ് പരിശോധിക്കുക. ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ വാർത്തയോട് പറഞ്ഞത് 14,400 കോടി രൂപ അങ്ങ് പരിശോധിക്കുക. ആ പ്രോജക്റ്റ് തന്നെ പറയാം. താനെ ബോർവലി തുരങ്കപാതയുടെ കോൺട്രാക്ട് മഹാരാഷ്ട്ര സർക്കാർ മേഗാ കമ്പനിക്ക് നൽകി 14,400 കോടി. അതുമായി ബന്ധപ്പെട്ടാണ് 140 കോടിയുടെ ഇലക്ഷൻ ബോണ്ട് മേഗാ എഞ്ചിനീയറിംഗ് കമ്പനി BJP കൊടുത്തത് എന്ന് നാഷണൽ മീഡിയയിൽ വന്ന വാർത്തയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ. എന്ത് ആധികാരികതയാണ് ശ്രീ റോണി ഇതിനുള്ളത്? എന്ത് ആധികാരികതയാണുള്ളത്? ഇത് കോൺഗ്രസിനാണ് ലഭിച്ചതെന്ന് ഏതെങ്കിലും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്താൽ താങ്കൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ?
ഇലക്ട്രൽ ബോണ്ടിന്റെ ഡീറ്റെയിൽസ് SBIക്ക് മാത്രമേ അറിയുള്ളൂ. SBI അത് സുപ്രീം കോടതിയിൽ ഇതുവരെയായിട്ട് അറിയിച്ചിട്ടില്ല, മാച്ചിങ് എക്സൈസ് നടത്തിയിട്ടില്ല. ഞാൻ പറയാണ്, കോൺഗ്രസിന് ഇപ്പൊ എന്താ പറയാ, അദാനി കമ്പനിയിൽ നിന്ന് 150 കോടി രൂപയുടെ ബോണ്ട് കോൺഗ്രസിന് കിട്ടിയത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ജന്മഭൂമിയിൽ അടിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? നമുക്ക് ഈ പറയുന്ന മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ പോലും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലേ? അല്ലാതെ ഞങ്ങൾ എന്ത് ക്രെഡിബിലിറ്റിയാണ്, എന്ത് ആധികാരികതയാണ് അതിനുള്ളത്? അവര് ഈ മേഘ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ ഇൻസൈഡ് സോഴ്സസ് കിട്ടിയ വാർത്തയായിട്ടാണ് ഇന്ന് മാധ്യമത്തിൽ. ഇന്ന് വൈകിട്ടത്തെ ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ടൈംസ് നൗ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ റെഫർ ചെയ്തിട്ടാണ് ഈ ചർച്ചയിലേക്ക് വരുന്നത്. അവര് ഈ മേഘ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ ഇൻസൈഡ് സോഴ്സസ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ 140 കോടി രൂപയുടെ ബോണ്ട്, അതിന് കത്തുലുമായി 14,500 കോടി രൂപയുടെ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന റെഫറൻസ്. ചുമ്മാ അന്തരീക്ഷത്തിൽ നിന്നും വന്നുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം പറയുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അതിന് ഉള്ള മറുപടി പറഞ്ഞു. ഇനി കാർഷിക മേഖലയുടെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ കണക്കുകൾ അങ്ങനെ തന്നെ പരിശോധിക്കുക. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായ കർഷക ആത്മഹത്യ, ഈ ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ഉണ്ടായതിൽ ഏറ്റവും അധികം കർഷക ആത്മഹത്യകളാണ് 10 വർഷം ഈ രാജ്യത്തുണ്ടായത്. ഇത് നിഷേധിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ട ശങ്കുറ്റി ദാസ് ഇവിടെ വന്ന് ഈ പറയുന്ന മിനിമം സപ്പോർട്ട് പ്രൈസും ലീഗൽ ബാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ BJPയുടെ കേന്ദ്ര ഭരണകൂടം അവര് പറയുന്ന വാദങ്ങളൊന്നും അല്ലല്ലോ. അദ്ദേഹം പറഞ്ഞു എന്ത് ഗ്യാരണ്ടി ആർക്ക് കൊടുത്തു? കൃത്യമായി തന്നെ 2019 ഒന്നാം കാർഷിക സമരം അവസാനിച്ചപ്പോൾ അന്ന് BJPയുടെ കേന്ദ്ര സർക്കാർ, നിങ്ങളുടെ കേന്ദ്ര ഭരണകൂടം അന്ന് സമരം നടത്തുന്ന കർഷകർക്ക് ഉറപ്പ് നൽകിയതാണ്, ഞങ്ങൾ ഈ പറയുന്ന മിനിമം സപ്പോർട്ട് പ്രൈസിന് നിയമപരിരക്ഷ നൽകാം. പിന്നെന്താ പറയുന്നറിയോ? അല്ലെ നമ്മളിതൊന്നും ചുമ്മാ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ BJP പറയുന്നത് 1 വർഷം ഈ പറയുന്ന മിനിമം സപ്പോർട്ട് പ്രൈസിന് നിയമപരിരക്ഷ കൊടുക്കണമെങ്കിൽ 1,50,000 കോടി രൂപ വേണം. ഇത്രയും മുടക്കാനുള്ള റാണി, ഇത്രയും കൊടുക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. അതാണ് അതിന്റെ ജെന്യുവനായ സംഭവം. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ നിങ്ങൾ എഴുതി തള്ളിവെക്കൽ 10-12 ലക്ഷം രൂപ എഴുതി തള്ളാം. ഈ നാട്ടിലെ 60-70% വരുന്ന പാവപ്പെട്ട കർഷകർക്ക് 1,50,000 കോടി കൊടുക്കാനില്ലേ? ഈ രാജ്യത്തെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റുകളുടെ 18 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ എഴുതി തള്ളിയത്? എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നത്? ഇതും മാധ്യമ വാർത്തയായിരിക്കും ശ്രീ ശങ്കുട്ടി ദാസ്. അദ്ദേഹം വായിച്ച ഏതെങ്കിലും പത്രത്തിൽ കണ്ട വാർത്തയായിരിക്കും. അങ്ങ് ദേശാഭിമാനിയും വീക്ഷണവുമാണ് സ്ഥിരമായിട്ട് വായിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, BJP ഭരണകൂടം കൃത്യമായ ഡാറ്റ ആയിരിക്കും പുറത്തുവിടുന്നില്ലല്ലോ. BJP ഭരണകൂടം പുറത്തുവിടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വായിക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 4 കോടി ആളുകൾക്ക് കറൻസി പിൻവലിക്കൽ മൂലം ഈ രാജ്യത്ത് തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന വാർത്ത അവിടുത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയപ്പോൾ അതിന്റെ പേരില് അവർ രാജിവെച്ചു പോയതാണോ കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം കാരണം ഈ വിവരം പുറത്തുവിടാതിരിക്കാൻ വേണ്ടി? ഒരു കാര്യം ചോദിക്കട്ടെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇവിടെ ഒരുപാട് വികസന പദ്ധതിയെ കുറിച്ച് പറഞ്ഞല്ലോ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കഴിഞ്ഞ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ 12 കേന്ദ്ര പദ്ധതികളിൽ വലിയ അഴിമതി നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചപ്പോൾ അതൊന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെ ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലോട് പറഞ്ഞ എന്താ പറയോ, തെരഞ്ഞെടുപ്പ് കഴിവോളം വരെ പുതിയ റിപ്പോർട്ടുകൾ ഒന്ന് പുറത്തുവിടണ്ട. ഇതെല്ലാം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസിൽ നിന്നൊക്കെ വന്ന വാർത്തകളാണ്. കാരണം ഇതൊന്നും ഈ രാജ്യത്ത് ചർച്ച ചെയ്യുന്നേ. അതായത് ഈ രാജ്യത്തെ പ്രശ്നം. ചണ്ഡീഗഡില് അവിടെ മുഴുവൻ ആളുകൾ കണ്ടുകൊണ്ടിരുന്നതാ, സ്ക്രീനില് മുഴുവൻ മാധ്യമപ്രവർത്തകർ കണ്ടുകൊണ്ടിരുന്നതാ. അവിടെ റിട്ടേണിംഗ് ഓഫീസർ 8 വോട്ടുകൾ കുത്തി വരച്ച് ബാലറ്റ് പേപ്പർ അസാധുവാക്കുന്നത് ഒരു മാധ്യമം പോലും റിപ്പീറ്റ് ചെയ്തില്ല. അതാണ് ഇന്നത്തെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. അങ്ങ് പറയുന്നത് അങ്ങ് തന്നെ ആലോചിച്ച് നോക്കുക. അങ്ങ് പറയുന്നത് ചണ്ഡീഗഡിൽ റിട്ടേണിംഗ് ഓഫീസർ ചെയ്യുന്നത് എല്ലാ മാധ്യമങ്ങളോടെ നമ്മൾ കണ്ടതാണ്. അതിനൊരു മാധ്യമം വരുത്തില്ലല്ലോ. അങ്ങ് അത് കണ്ടത് മാധ്യമങ്ങളിലൂടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു എന്നങ്ങ് പറയുന്നു. എന്നിട്ട് അങ്ങ് അടുത്ത വാചകത്തിൽ ചോദിക്കുന്നു ഒരു മാധ്യമങ്ങളും അതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. യഥാർത്ഥത്തിൽ അങ്ങ് പറയുന്ന കാര്യങ്ങൾ തമ്മിൽ യാതൊരു പരസ്പര ബന്ധവും. ഞാൻ പറയട്ടെ സുഹൃത്തെ, ചണ്ഡീഗഡിൽ നിങ്ങൾ ഈ പറയുന്ന എലക്ഷൻ ഏത് ഇതിലേക്കുള്ള ഇലക്ഷൻ ആയിരുന്നു? നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ ആയിരുന്നോ? പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ ആയിരുന്നോ? കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് ആരാ? സംഘാടന ആർക്കാ? നിയമപ്രകാരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരം ഏത് സംവിധാനത്തിലാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണോ അതോ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണോ? കോർപ്പറേഷൻ ലോക്കൽ ഇലക്ഷൻ ബോഡീസ് ഉണ്ട്, അവരുടെ സംവിധാനത്തിലാണ് നടത്തുന്നത്. അല്ല, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ആണ് നടത്തുന്നത്. പഞ്ചാബില് സ്റ്റേറ്റ് ഭരിക്കുന്നത് ആരാ? അവിടുത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ചണ്ഡീഗഡ് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഈ ചണ്ഡീഗഡ് ഒരു സ്റ്റേറ്റ് അല്ല, ചണ്ഡീഗഡ് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഞാൻ ചോദിക്കുന്നത് ഈ ഇലക്ഷൻ നടത്തുന്നത് BJP ആണോ? ഇലക്ഷൻ നടത്തുന്ന RSS ആണോ? റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്തതിൽ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും അധികാരമുണ്ടോ? അതാണ് എന്റെ ചോദ്യം.
അങ്ങ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന സമയത്ത് അങ്ങ് ഒരു ഘട്ടത്തിൽ അങ്ങ് സംസാരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടാണ്. പിന്നെ അങ്ങ് കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറലിനെ പറ്റി പറയുന്നു. കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറൽ എന്താണ്? അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് എന്താണ് എന്താ പറയാ, അതൊരു ഫ്രീ ആയിട്ട് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര പരമാധികാര സ്വയംഭരണ സ്ഥാപനമാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറലിന്റെ മുകളിൽ കേന്ദ്ര ഭരണകൂടത്തിന് യാതൊരു തരത്തിലുള്ള അധികാരമില്ല. അതിന്റെ മുകളിൽ ഡയറക്ഷൻസ് കൊടുക്കാനോ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനോ അവരെ കൊണ്ട് ഉത്തരവുകൾ അനുസരിപ്പിക്കാനോ ഒരു തരത്തിലുള്ള എന്താണ് പ്രഷറൈസിംഗ് ടാക്ടിക്സ് നടത്താൻ ഒന്നും കേന്ദ്ര സർക്കാർ അധികമല്ല. സുപ്രീം കോടതി പോലെ ഇലക്ഷൻ കമ്മീഷൻ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറൽ. കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറൽ പ്രത്യേക വിഷയത്തിന് നമ്മൾ കണക്കിൽ പുറത്തുവിടുന്നില്ല, അത് കേന്ദ്ര സർക്കാരാണ്. അത് അങ്ങയുടെ മുന്നിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം എന്നുള്ള പോലെ പറയാണ്. നമുക്ക് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഇലക്ഷൻ കമ്മീഷനോട് നിൽക്കുന്നു, കൺട്രോളറിന്റെ ഓഡിറ്റർ നിൽക്കുന്നു, ഈ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെ നിശബ്ദമാക്കപ്പെടുന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനിലെ 2 അംഗങ്ങളൊക്കെ രാജിവെച്ച് പോയതിന്റെ ഒക്കെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അതിന്റെ പിന്നിലുള്ള ബാക്കിംഗ് ആരാണ് നിയന്ത്രിക്കുന്നതെന്നും എനിക്കറിയില്ല. ചരിത്രം ഒന്ന് പറഞ്ഞുതരുമോ? ഇലക്ഷൻ കമ്മീഷൻ 2 അംഗങ്ങൾ രാജിവെച്ച് എന്തിനാണ്? ആദ്യത്തെ അംഗം വലേസ എന്ന് പറയുന്ന അംഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിക്കുന്നു, അദ്ദേഹത്തിന്റെ പേര് നടപടിയെടുക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു, രാജിവെച്ചു പോയി. രാജിവെച്ച് പോകുക മാത്രമല്ല ഇത്, പിന്നീട് അയാളെ എത്ര ക്രൂരമായിട്ടാണ് ഈ രാജ്യത്ത് വേട്ടയാടിയെന്നുള്ളൊക്കെ ചരിത്രം നമുക്കെല്ലാം അറിയാം. അത് ഈ പറയുന്ന BJP-ക്കാർ എത്ര കൂടി വെക്കാണ്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നൊന്നും പിന്നെ വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ ഇലക്ഷൻ കമ്മീഷൻ അംഗം അരുൺ അറോറ കഴിഞ്ഞ ദിവസം രാജിവെച്ച് പോയതിന്റെ അറിയാം. ഈ പറയുന്ന ഈ ഇലക്ഷൻ ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തില് സുപ്രീം കോടതിയിൽ സീൽഡ് ചെയ്ത കവർ കൊടുത്തു, അതിലെ കാര്യങ്ങൾ കൃത്യമായി തന്നെ എന്താണെന്നുള്ള സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നത്. നിഷ്പക്ഷമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും ഇന്ന് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ട ശങ്കുട്ടി ദാസ് പറഞ്ഞു, ചണ്ഡീഗഡില് അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ വളരെ നിഷ്പക്ഷമായി. ആരാണ് അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ? BJP-കാരൻ, BJP നോമിനേറ്റ് ചെയ്ത അംഗം. ഈ രാജ്യത്ത് എവിടെയെങ്കിലും കേൾക്കുമോ? സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടാണ് റിട്ടേണിംഗ് ഓഫീസർ പ്രവർത്തിക്കേണ്ടത്. പ്രവർത്തനം ആരാ? BJP-യുടെ നോമിനേറ്റഡ് അംഗം. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നില്ലേ? സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഈ ജനാധിപത്യത്തെ കീറി കശാപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വെറുതെ നോക്കി നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ വളരെ സത്യസന്ധവും സുതാര്യവുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്നും BJP പിന്നെ അവകാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കണക്കുള്ള പറയാം, ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള 12 പദ്ധതികളിൽ വലിയ രീതിയിൽ അഴിമതി നടക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാരതമാല പദ്ധതി ഉൾപ്പെടെ, വലിയ നാഷണൽ ഹൈവേ പദ്ധതികൾ ഉൾപ്പെടെ, ഈ പിന്നെ കൊറിഡോർ, ദ്വാരക കൊറിഡോർ പദ്ധതി ഉൾപ്പെടെ ഞാൻ പറയാം, ഈ പറയുന്ന വലിയ അഴിമതി നടക്കുന്നു എന്ന് റിപ്പോർട്ട് നൽകിയത് കൺട്രോളർ വന്നു. ഇനി തെരഞ്ഞെടുപ്പ് കഴിയണം വരെ പുതിയ റിപ്പോർട്ടുകൾ നൽകണ്ട. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഈ രാജ്യത്ത് മാറ്റുന്ന ഒരു വലിയ വല്ലാത്ത രീതിയിലുള്ള ഒരു ജനാധിപത്യ മണിപ്പൂരിൽ വസ്തുതാന്വേഷണത്തിന് പോയ പത്രക്കാർക്ക് നേരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുന്ന പോലുള്ള സാഹചര്യത്തില് അപ്പോൾ വളരെ അത്യപൂർവമായ മാധ്യമങ്ങൾ മാത്രമേ ഇന്ന് തന്റെ ഇടത്തോടെ നിന്നുകൊണ്ട് ധൈര്യത്തോടെ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാനായിട്ട് തയ്യാറാണല്ലോ. അതാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ അവസ്ഥ. അപ്പോൾ വളരെ വസ്തുതാപരമായ കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ കർഷക സമരം, ആ കർഷക സമരത്തെ പോലും നിങ്ങൾ എത്ര ക്രൂരമായിട്ടാണ് വേട്ടയാടിയത്. അവർക്ക് 2014 കസാര നേതൃത്വത്തിൽ സമരം നടത്തി. ഞങ്ങള് കോൺഗ്രസ് അന്ന് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ, മൻമോഹൻ സിംഗ് എന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഇതുപോലൊരു സമീപനമാണോ ഇന്ന് രാജ്യം? ശ്രീ റോഡി, കർഷക സമര നേതാക്കൾ എന്തുകൊണ്ടാണ് സമരം നടത്തുന്നത് അവർ തന്നെ വെളിപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങളും സംഭാഷണവും ഒക്കെ താങ്കൾ ഉദാഹരണ സഹിതം എടുത്തു പറഞ്ഞ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്. എന്തിനാണ് ഈ സമരം എന്ന കാര്യം അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ആ കാര്യത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അന്നാഹസാരിയുടെ സമരത്തിന്റെ ഭാഗമായിട്ടല്ലേ മറ്റേ എന്താണ് സന്യാസി അദ്ദേഹത്തിന്റെ സമരപന്തലിലേക്ക് പോലീസ് ഇരച്ചു കയറിയിട്ട് സന്യാസിമാരെ ഉൾപ്പെടെ അടിച്ചോടിക്കലും അദ്ദേഹം ഒരു സ്ത്രീയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടലും ഒക്കെ ഉണ്ടായത് ഇതൊന്നും ആർക്കും ഓർമ്മയുണ്ടായിരുന്നില്ലേ? എത്ര ക്രൂരമായ രീതിയിലാണ് നിങ്ങൾ പിന്നെ സമരത്തെ നേരിടുന്നത് അല്ലെ? ഈ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലും കാണാത്ത രീതിയിൽ ഇത്ര നമ്മൾ കണ്ടു. എന്താ സംബന്ധമായി പറയുന്നത്? രാജ്യത്തിന്റെ തലസ്ഥാനത്തിലേക്ക് ഇത്രയേറെ ആളുകൾ എല്ലാ മാനദണ്ഡങ്ങളെയും ലംഘിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു സമരം ദിവസങ്ങളോളം സംഘടിപ്പിക്കുന്നു. അവർ റിപ്പബ്ലിക് ഡേ പരേഡിനെ തടസ്സപ്പെടുത്തുന്നു. അവർ ലാൽക്കിലയിൽ കയറിയിട്ട് ഇന്ത്യൻ പതാകയ്ക്ക് പകരം ഫ്ലാഗ് ഓഫ് ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും കർഷക സമരത്തിന് നേരെ ഒരു പോലീസ് ആക്ഷൻ, സാധാരണഗതിയിലുള്ള തിരക്ക് നിയന്ത്രിക്കാനുള്ള പോലീസ് ആക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാണ്ട് ഫയറിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല.
ഇന്ത്യയുടെ ചരിത്രത്തിൽ സമരക്കാർക്ക് നേരെ വെടിവെച്ചിട്ട് ആളുകളെ കൊന്നിട്ടുള്ള ചരിത്രമുള്ളത് കോൺഗ്രസ് പാർട്ടിക്കാണ്. പാർലമെന്റിലേക്ക് സമരം നടത്തിയിട്ടുള്ള സന്യാസിമാർക്ക് നേരെ വെടിവെപ്പ് നടത്തിയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ചരിത്രവും ഈ പറയുന്ന ജനാധിപത്യത്തെ പറ്റി പറയുന്ന കോൺഗ്രസിനാണ് അടിയന്തരാവസ്ഥ ഈ രാജ്യത്തിന്റെ മേലെ കെട്ടിവെച്ചിട്ടുള്ള ചരിത്രമുള്ളത്. ഈ കർഷക സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള 3 കർഷക നിയമങ്ങൾ പിൻവലിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. ആ നിയമങ്ങൾ കർഷകരുടെ ഗുണത്തിനും നന്മയ്ക്കും വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിട്ടും ആ നിയമങ്ങളുടെ പേരിൽ ചില ആളുകൾ വളരെ ബോധപൂർവ്വം ഇവരെ വൈകാരികമാക്കി ഇളക്കി വിട്ടുകൊണ്ട് ഇവർക്കിടയിൽ രാജ്യവിരുദ്ധ താല്പര്യങ്ങൾ ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖാലിസ്ഥാൻ വിഘടനവാദത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഈ നിയമങ്ങളുമായി മുന്നോട്ട് പോകുന്ന രാജ്യ താല്പര്യത്തിന് വിരുദ്ധാവും തോന്നിയപ്പോ നന്മയെ കരുതി ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ഗുണകരമായിരുന്ന കർഷക നിയമങ്ങൾ പിൻവലിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ അന്നാ ഹസാരെ മൂവ്മെന്റിനെ പറ്റി പറയുമ്പോൾ അന്നാ ഹസാരെ മൂവ്മെന്റ് ലോക്പാൽ ബില്ലിന് വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ അന്നാ ഹസാരിനെ എന്താണ് ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ലോക്പാൽ നിയമം പാസ്സാക്കിയിട്ടില്ല. BJP കർഷക സമരത്തിന്റെ മെയിൻ ഡിമാൻഡ് അംഗീകരിക്കുക ചെയ്തത്, 3 നിയമങ്ങൾ പിൻവലിക്കുക ചെയ്തത്. രണ്ടു തമ്മിൽ എന്താ താരതമ്യം? യെസ്, എന്തായാലും ആ വിഷയങ്ങൾക്ക് റോണിയുടെ മറുപടി വേണം. മറ്റു ചില വിഷയങ്ങളിലേക്ക് പോകണം. ഒപ്പം ചർച്ചയുടെ അവസാന 10 മിനിറ്റിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം മടങ്ങിയത്. ചർച്ചയുടെ അവസാന 10 മിനിറ്റിലേക്ക് കടക്കണം. അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങൾ കൂടി വളരെ വേഗം പോകേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ചർച്ചയുടെ ടൈറ്റിലിൽ ഉൾപ്പെടുത്തിയ പോലെ ഇന്ത്യ സഖ്യം തകർന്നടിയുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും നമ്മൾ ഈ ചർച്ചയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തതും പറഞ്ഞതും. അതുകൊണ്ട് തന്നെ ശ്രീ പ്രൊഫസർ റോണി, ഇന്ത്യ സഖ്യം എന്ന വലിയ കൊട്ടിഘോഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയും ഒക്കെ തടയാനെന്ന രീതിയിൽ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന അതിൻ്റെ മുഖ്യ സംഘാടകനായ നിതീഷ് കുമാർ ഇപ്പോൾ മുന്നണിയിലില്ല. കോൺഗ്രസിനൊപ്പം മുന്നണി പങ്കിടാൻ തയ്യാറല്ല എന്ന് മമതാ ബാനർജിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് സീറ്റ് നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും SP തീരുമാനം എടുത്തിട്ടില്ല. അവിടെ തർക്കങ്ങൾ നിലനിൽക്കുന്നു. രാഹുലിനെ മുൻനിർത്തിയുള്ള മത്സരത്തിൽ താല്പര്യമില്ല എന്ന് SP പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇന്ത്യ സഖ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? NDAക്ക് ബദലായി എങ്ങനെ ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു? ഇന്ത്യ സഖ്യം എന്നല്ല, ഇന്ത്യ സഖ്യം എന്നാ കേട്ടോ. നമ്മൾ ബോധപൂർവ്വം അതിനകത്ത് ഒഴിവാക്കണ്ട. ഇന്ത്യ INDIA ഇന്ത്യ സഖ്യം തന്നെയാണ് ഞങ്ങളുടെ സഖ്യത്തിന്റെ പേര്, അല്ലാതെ ഇന്ത്യ സഖ്യം എന്നുള്ളതല്ല. അതിൽ തർക്കമുണ്ട്, അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ. INDI അലയൻസ് എന്നല്ലേ? INDIയുടെ അലയൻസ് അല്ലേ? അപ്പൊ ഇന്ത്യ സഖ്യം എന്നല്ലേ? ശരി, ഓക്കെ. അപ്പം അങ്ങനെ ബോധപൂർവ്വം ഒഴിവാക്കണ്ട. ഞങ്ങൾ INDA മുന്നണി എന്നാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പം അതിനകത്ത് പോലും ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അപ്പം ഇന്ത്യയുടെ പൈതൃകം മൊത്തം നിങ്ങൾ അങ്ങ് എടുത്തോ. ഞങ്ങൾക്ക് പൈതൃകം ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഒരു പാരമ്പര്യവും ഇല്ല, ചരിത്രവും ഇല്ല, ഈ രാഷ്ട്ര പുനർനിർമ്മാണത്തിലും ഒന്നും ഒരു ചരിത്രവും ഇല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണിയിലെ ഇപ്പം ഏതെക്കാളും ചോദിച്ച ചോദ്യത്തില് BJPയുടെ ഒക്കെ ആശങ്ക വളരെ വ്യക്തമാണ്. ഇവിടെ പറയുന്നു ഉത്തർപ്രദേശിൽ സഖ്യം ഫോം ചെയ്തില്ല. ഉത്തർപ്രദേശിൽ വളരെ കൃത്യമായിട്ട് അലയൻസ് ഫോം ചെയ്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡാനിഷ് അലി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അംറോല മണ്ഡലത്തിലാണ്. സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റാണ് കോൺഗ്രസിന് വിട്ടു തന്നിരിക്കുന്നത്. ഇവിടെ മുന്നണി രൂപപ്പെട്ട് കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയില് ഉത്തർപ്രദേശിൽ മുഴുവൻ സമയത്തും അഖിലേഷ് യാദവ് പങ്കാളിയായിരുന്നു. അപ്പോൾ 1-2 സംഭവം കൊണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. കാരണം നിങ്ങളുടെയൊക്കെ സമ്മർദ്ദത്തിൽ വലിയ ഈ ഇന്ത്യ മുന്നണിയെ പൊളിക്കാൻ വേണ്ടി ചെയ്യാവുന്ന മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങളുടെ സ്വാധീനത്തില്, നിങ്ങളുടെ പണത്തില്, നിങ്ങളുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ. എങ്കിലും ഇത്രയും പ്രതികൂല സാഹചര്യത്തിൽ പോലും ഞങ്ങളുടെ മുന്നണി തമിഴ്നാട്ടിൽ സീറ്റ് ചർച്ച വളരെ വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ വളരെ വിജയകരമായി തന്നെ സീറ്റ് ചർച്ച പൂർത്തിയാക്കി. ഉത്തർപ്രദേശില് പിന്നെ ആകപ്പാടെ പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ അങ്ങേയറ്റം പോയെന്ന് നിങ്ങൾക്ക് പറയാമെങ്കിൽ നിതീഷ് കുമാർ പോയി. അദ്ദേഹം ഒരു അവസരവാദി തന്നെയാണ്. അത് മുൻകൂട്ടി കണ്ടു തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇതിന്റെ കൺവീനർ സ്ഥാനം വേണം. കൺവീനർ സ്ഥാനം കൊടുത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്നുള്ളൂ. കോൺഗ്രസ് ഈ ഇന്ത്യ മുന്നണിയിൽ വന്ന് സമ്മർദ്ദ രാഷ്ട്രീയം കളിക്കുകയാണ്. BJPയുമായിട്ട് അദ്ദേഹം വിലപേശൽ നടത്തുന്നുണ്ടെന്നുള്ളൂ വളരെ കൃത്യമായി തന്നെ അറിയാം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യാതിരുന്നത്? തന്നെ രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ്. അദ്ദേഹത്തെ കൺവീനർ ആക്കണമെന്ന് നിർദ്ദേശം വന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു അരവിന്ദ് കേജ്രിവാളുമായി മമതാ ബാനർജിയും ഒക്കെ ആലോചിച്ചിട്ട് അക്കാര്യത്തിലുള്ള തീരുമാനം എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞത് വളരെ ബോധപൂർവം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് അറിയാമായിരുന്നു BJPയുമായിട്ട് വിലപേശുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായി സഖ്യം ഉണ്ടാകത്തില്ല എന്നാണ് നിങ്ങൾ അങ്ങേയറ്റം വരെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ വളരെ വിജയകരമായി തന്നെ ഡൽഹി ഉൾപ്പെടെ, ഹരിയാന ഉൾപ്പെടെ, ഗോവ ഉൾപ്പെടെ, ഗുജറാത്ത് ഉൾപ്പെടെ ഇന്ന് ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ഫോം ചെയ്ത് കഴിഞ്ഞു. ഈ ഇന്ത്യയിൽ 545 പിന്നെ നിയോജകമണ്ഡലങ്ങൾ എടുത്ത് 543 നിയോജകമണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 പ്രാദേശിക പാർട്ടികൾ ഒഴികെ അറിയാം. ഇപ്പോൾ തെലങ്കാനയിൽ വന്ന PRS, അല്ലെ ആന്ധ്രാപ്രദേശിൽ വന്നു കഴിഞ്ഞാൽ അവിടെ YSR കോൺഗ്രസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒറീസയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിജു ജനതാ. അങ്ങനെ 3-4 പാർട്ടികൾ ഒഴികെ ബഹുഭൂരിപക്ഷം പാർട്ടികളിലേക്ക് എത്തിച്ചേരുവാനും ഇതിൽ തന്നെ ബഹുഭൂരിപക്ഷം പാർട്ടികളുമായിട്ട് നിലപാട് വളരെ വ്യക്തമാണ്.
ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. മമതാ ബാനർജിയുമായിട്ടുള്ള ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് എല്ലാ സീറ്റുകളിലും മത്സരിച്ച് ഒരിക്കലും BJP മുന്നണിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കത്തില്ല. മമതാ ബാനർജി ഞങ്ങളുമായി സഖ്യത്തിൽ വന്നില്ലെങ്കിൽ പോലും കോൺഗ്രസിന് സ്വാധീനമുള്ള 1 ഡസനോളം മണ്ഡലങ്ങളിൽ മാത്രമേ ഞങ്ങൾ മത്സരിക്കുകയുള്ളൂ. ബാക്കി സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ വോട്ട് വിഭജിച്ച് BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കത്തില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ബംഗാളിൽ അലയൻസ് ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഒരിക്കലും BJP കാര്യങ്ങളുമായി BJP അവിടെ ഇതിന്റെ ഞങ്ങളുടെ ഡിവൈഡ് ആൻഡ് റൂൾ വോട്ട് വിഭജിക്കുന്നത് പോലെ ഒരു നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇന്ത്യ മുന്നണിയുടെ ശക്തി എന്താണെന്നുള്ളതിനെ കുറിച്ച് BJP വല്ലാണ്ട് പരിഭ്രാന്തിയിലാണെന്ന്. എന്തിനാ നിങ്ങൾ പിന്നെ നിതീഷ് കുമാറിനെ നിങ്ങൾ പിന്നെ ഓടി നടന്നിപ്പോ സഖ്യം ഉണ്ടാക്കുമല്ലേ BJP? നിങ്ങൾ ഒറ്റയ്ക്ക് പിന്നെ 3-2 ഭൂരിപക്ഷം നേടുമെന്നും ഒറ്റയ്ക്ക് 350 സീറ്റ് മേടിക്കുമെന്ന് പറഞ്ഞ നിങ്ങൾ ഇത്രയും കാലം അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിജു ജനതാദളുമായിട്ട് നിങ്ങൾ സഖ്യത്തിന് പോകുന്നു. ആന്ധ്രാപ്രദേശിൽ എന്താ ഈ പറയുന്ന TDPയുമായിട്ട്, അദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ്. അദ്ദേഹം അവിടെ റിമാൻഡിലാണ്, അദ്ദേഹം തടവിലായിരുന്നു. ഈയിടെങ്ങാണ്ട് ജാമ്യത്തിന് പുറത്തു പോകുന്നത്. ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള ഇദ്ദേഹമായിട്ടാണ് പിന്നെ നിങ്ങൾ ചർച്ച. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മുന്നണി ഉണ്ടാക്കുന്നതൊക്കെ നമുക്കറിയാം. ഇവരൊക്കെ നേരത്തെ NDA സഖ്യത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് റോണി. ആര് ഈ ചന്ദ്രബാബു നായിഡു ഇന്ത്യ മുന്നണിയിലില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 2019 ലോക്സഭാ ഇലക്ഷനിൽ ഞങ്ങളുടെ ഭാഗമായിരുന്നു. അതിനുശേഷം ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ ചർച്ചയിൽ ഒരിടത്തും ചന്ദ്രബാബു നായിഡു ലാലു പ്രസാദ് ഉണ്ടോ ഇന്ത്യ മുന്നണിയില്? ലാലു പ്രസാദ് അന്നുമുണ്ട് ഇന്നുമുണ്ട് ശക്തമായി. ഇന്ന് ഞങ്ങൾ ലാലു പ്രസാദ് അഴിമതി കേസിൽ ജയിലിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പോയിട്ടുണ്ട്. ഇല്ലെന്നൊന്നും ഞങ്ങള് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ വർത്തമാന സാഹചര്യത്തില് നിങ്ങൾക്ക് വെറും 1% പോലും വോട്ട് പോലും അല്ല 2% താഴെ വോട്ട് ആന്ധ്രാപ്രദേശിൽ പോലും കേരളത്തിലേക്ക് വരൂ. കാരണം കേരളത്തിൽ മത്സരം 20 സീറ്റിലും UDF LDF തമ്മിലാണല്ലോ. നിങ്ങൾ ചിത്രത്തിൽ അല്ല ഞങ്ങൾ ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ തന്നെ എടുത്ത തീരുമാനം പ്രാദേശിക തലങ്ങളിൽ BJP ശക്തമല്ലാത്ത സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നിടത്ത് ഒരു പിന്നെ അതിനുള്ള ഒരു പെർമിഷൻ ഉണ്ട്. കൃത്യമായി ഞങ്ങൾക്ക് കാരണം കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നേർക്കുനേർ മത്സരം UDF-ഉം LDF-ഉം ആയിട്ട് വരണം. BJP അതുകൊണ്ട് ഞങ്ങൾ പരിഗണിക്കുന്നത് പോലും ഇല്ല. അതുകൊണ്ട് BJP ശക്തമാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഒറ്റ ഇതേ ഉള്ളൂ. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് BJP വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയിൽ അധികാരത്തിൽ വരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. അതിനുവേണ്ടി എത്ര വിട്ടുവീഴ്ച ചെയ്യാമോ അത്രയും വിട്ടുവീഴ്ച ചെയ്യുക എന്നാണ് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ. കാരണം ഇന്ന് വലിയ ആത്മവിശ്വാസത്തോടെയൊക്കെ മോദി സംസാരിക്കുമ്പോൾ 3-ാം ഗവൺമെന്റിനെ കുറിച്ചും അടുത്ത ജൂണിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ അമിത ആത്മവിശ്വാസത്തിന്റെ അടിയിലുള്ള ആ ഒരു ഭയം, ആ ഒരു ആശങ്ക വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിയുടെ പോലും പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ പോലും എന്താ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 48 മണിക്കൂറിന് മുമ്പേ എന്താ ഈ പറയുന്ന CAA ചട്ടങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. വളരെ കൃത്യമായി തന്നെ നിങ്ങളുടെ ഈ പറയുന്ന 2004 അവസ്ഥ അറിയാമല്ലോ. 2004 എല്ലാവരും പറഞ്ഞു, മുഴുവൻ ആളുകളും പ്രവചിച്ചു. BJP വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. ഇന്ത്യ ഷൈനിങ്. എന്ത് സംഭവിച്ചു? 2004 ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് സംഭവിച്ചത് തന്നെ 2024 മോദി ഗ്യാരണ്ടിക്കും സംഭവിക്കാൻ പോകുന്നുള്ളത് എന്നത് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്കറിയാം. റോണി മുന്നോട്ട് വെക്കുന്നത് ഇത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അത് 2004 സമാനമായ രീതിയിലേക്ക് ആയി മാറുന്നു. ഒപ്പം NDA മുന്നണിയിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് പറയുന്നത്. പഞ്ചാബിൽ ആം ആദ്മി എന്തുകൊണ്ട് സീറ്റ് നൽകുന്നില്ല എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഉത്തരവൊന്നുമില്ല. ആം ആദ്മിക്ക് ഒരു സ്വാധീനമില്ലാത്ത ചില മേഖലകളിലൊക്കെ ഞങ്ങൾക്ക് സീറ്റ് നൽകുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ ശങ്കു. അല്ല, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ ഞാൻ അംഗീകരിക്കുന്നു. അവർക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന അവസരത്തിൽ ശുഭപ്രതീക്ഷകളോടുകൂടി തന്നെയാണ് അവരൊക്കെ പ്രവർത്തിക്കേണ്ടത്. അല്ലാണ്ട് ഒരു സാധ്യതയില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണെന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ പിന്നീട് അവിടുത്തെ കേഡർമാർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ലല്ലോ. 2019 നിലപരിങ്ങിയിട്ടുള്ള അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി. INDA മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിലെ ഘടകകക്ഷികളെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ലെന്ന് പോട്ടെ, കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ളിലെ കേഡർമാരെ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. ഓരോ ദിവസവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നേതാക്കന്മാര് BJPയിലേക്ക് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇപ്പൊ BJPയുടെ നേതാക്കന്മാരായി മാറിക്കഴിഞ്ഞു. ഈ കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയാൻ വേണ്ടി ദേശീയ തലത്തിൽ ഒരു ജനറൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം BJPയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കോൺഗ്രസിന്റെ കേഡർമാർ തന്നെ BJPയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഉള്ളിൽ നിന്ന് നേരിടുന്ന ആശങ്കയെ പുറമേക്ക് അറിയിക്കാതിരിക്കാൻ വേണ്ടി കേഡർമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില വാചകങ്ങളാണ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഞങ്ങൾക്ക് BJPയോട് ഒരു മത്സരമേ ഇല്ല, കേരളത്തിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം എന്ന്. ആത്മാർത്ഥമായിട്ട് അങ്ങ് പറയൂ. അങ്ങ് തിരുവനന്തപുരത്ത് നിങ്ങൾ
ശശി തരൂർ മത്സരിക്കുന്നത് പന്ന്യൻ രവീന്ദ്രനോടാണോ അതോ രാജീവ് ചന്ദ്രശേഖരനോടാണോ നിങ്ങൾ ചോദിക്കും. അതല്ലെങ്കിൽ തൃശ്ശൂര് നിങ്ങൾ DN പ്രതാപനെ മാറ്റിയിട്ട് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നതിന് ശേഷം കെ മുരളീധരനെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ട് വടകരയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരോട് മത്സരിക്കാനാണ്? അവിടെ VS സുനിൽകുമാറിനോട് മത്സരിക്കാൻ വേണ്ടിയിട്ടാണോ? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. കേരളത്തിൽ ഇത്തവണ വളരെ ശക്തമായിട്ടുള്ള മത്സരം BJP കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ദേശീയ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള സർവേകളിൽ, എക്സിറ്റ് പോളുകളിൽ BJPക്ക് കേരളത്തിൽ 2 മുതൽ 3 സീറ്റുകൾ വരെ പ്രവചിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ BJP അതിന്റെ സംഘടനാപരമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. BJPയുടെ മുന്നണി വളരെ ഇൻടാക്ട് ആണ്. BJP എന്ന സംഘടന വളരെ ഇൻടാക്ട് ആണ്. അതിന്റെ നേതൃത്വം വളരെ വിസിബിൾ ആൻഡ് പവർഫുൾ ആണ്. നേരെ തിരിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ 3 കാര്യങ്ങളിലും അവർ ദുർബലമാണ്. അവരുടെ മുന്നണി എന്ന് പറയുന്നത് ഒരു അഴകുഴമ്പായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. മുന്നണിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയാൻ ഇവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. മുന്നണിയിലുള്ള ആളുകൾക്കിടയിലുള്ള കെമിസ്ട്രി എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് ഇപ്പോഴും പൊതുജനത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. ഇതിലെ കക്ഷികളാണെന്ന് പറയുന്ന പല ആളുകളും ഇതിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇതിലെ കക്ഷികളായിട്ട് കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള പല ആളുകളും ഇതിലെ സഖ്യത്തിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് എന്ന പാർട്ടി സംഘടനാപരമായി തന്നെ വളരെ ദുർബലമായിട്ടുള്ള അവസ്ഥയിലാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന, തുടർച്ചയായി കൊഴിഞ്ഞു പോകുന്ന, കപിൽ സിബൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും അവസാനം കോൺഗ്രസിനെ കൈയൊഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി കോൺഗ്രസിന്റെ നേതൃത്വത്തെ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇത്രയും ദുർബലമായിട്ടുള്ള നേതൃത്വം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം പോലുമില്ല. കോൺഗ്രസ് നേതൃത്വം തീരെ വിസിബിൾ അല്ല. ഇപ്പൊ ഇന്നാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധിനെ കുറെ കാലത്തിന് ശേഷം നമ്മൾ കാണുന്നത്. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോ നരേന്ദ്രമോദി വേഴ്സസ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വെക്കാൻ ഒരു ലീഡർ തന്നെ ഇല്ല കോൺഗ്രസിന്, INDA മുന്നണിക്ക്. ആരാണ് ഇവരുടെ നരേന്ദ്രമോദിക്ക് ബദലായിട്ടുള്ള നേതാവ് കൂടി ഇവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫൈറ്റ് അല്ല, ഇതൊരു കണ്ടസ്റ്റ് അല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വൺ സൈഡ് ആയി തോന്നുന്ന, രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രവചനമൊക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വൺ സൈഡ് ആയി തോന്നുന്ന ഒരു ബാറ്റിലാണിത്. നേരെ തിരിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷകളും ഒക്കെ നിലനിർത്താൻ അധികാരമുണ്ട്. 2004 അവസ്ഥയിലല്ല കോൺഗ്രസ് എന്നെങ്കിലും അങ്ങ് ദയവായി മനസ്സിലാക്കണം. ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അന്ന്. മറ്റേ സാരി ദുരന്തം പോലെയുള്ള വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ എങ്ങനെയാണ് മൊത്തം പ്രോസ്പെക്ട്സിനെ മാറ്റിമറിച്ചതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 22ഓളം സംസ്ഥാനങ്ങളിൽ സ്ട്രോങ് പ്രസൻസ് ഉണ്ടായിരുന്ന 100ന് മേലെ സാമാജികരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. 2014 ആയപ്പോഴേക്ക് കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? ആകെ 54 MP കോൺഗ്രസിനുള്ളൂ. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? കോൺഗ്രസിന് 44 MP ഉള്ളൂ. അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനുള്ള അവകാശം പോലും ഇന്ത്യയിൽ 10% സീറ്റ് ഉണ്ടെങ്കിലേ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടുള്ളൂ. അപ്പൊ 545 അംഗമുള്ള സഭയിൽ 55 ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിലേ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടുള്ളൂ. അതിന് പോലും അർഹതയില്ലാത്ത ഒരു ഒരു തുരുത്തായിട്ട് കോൺഗ്രസ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് ഓരോ BJP ഇപ്പോ 19 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ഒരു സംവിധാനമാണ്. ആ രീതിയിലുള്ള ഒരു സംഘടനാപരമായിട്ടുള്ള ശക്തിയൊന്നും കോൺഗ്രസിന് ഇപ്പൊ ഇല്ല എന്നുള്ള കാര്യം അങ്ങേക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ജനങ്ങൾ മനസ്സിലാവും. സമയക്കുറവ് കൊണ്ട് മാത്രം, ചർച്ച പൂർത്തിയാക്കൊണ്ട് മാത്രം ഇടപെടുകയാണ്. ആ ശംഖു മുന്നോട്ട് വെച്ച അത്തരം പ്രസ്താവനകൾ അല്ലെങ്കിൽ അത്തരം യാഥാർത്ഥ്യം അത് കോൺഗ്രസിനും അണികൾക്ക് മാത്രമാണ് മനസ്സിലാകാത്തത്. ഇന്ത്യ സഖ്യം എന്ന അർദ്ധശൂന്യമായ ചില ആശയങ്ങൾ അല്ലെങ്കിൽ അധികാരം മാത്രം മുൻനിർത്തി BJP എതിർക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തി കെട്ടിപ്പൂട്ടിയ ഒരു സഖ്യം കൊണ്ട് BJPയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സാധാരണക്കാരെ നേരിട്ട് അനുഭവിക്കുന്ന, സാധാരണക്കാരുടെ കയ്യിലേക്ക് നേരിട്ടെത്തുന്ന വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുന്നോട്ട് നയിക്കുന്ന ഈ രഥയാത്രയെ, ഈ അശ്വമേധത്തെ തടയാനുള്ള കരുത്തുണ്ടാകുമെന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നു. ആ വിഷയമാണെന്ന് ജനറൽ ഡിബേറ്റ് ചർച്ച ചെയ്തത്.